ബിഗ് ബോസിലൊരു ടാസ്കിൻ്റെ ഭാഗമായി നടക്കുന്ന അടിയട്ട അത് ഗബ്രിയും ജിൻഡോയും തമ്മിലുള്ള അടിയാണ് ആദ്യം ബിഗ് ബോസ് മറ്റേ പ്രൊമോയിലൂടെ കാണിച്ചത്. പിന്നീട് ജിൻഡോ പോയിട്ട് ശരണ്യൻ്റെ മുടി പിടിച്ച് വലിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനായി. അപ്പം ഗബ്രിയും ജിൻഡോയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനഃപൂർവ്വം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന ഒരു അടിയായിട്ട് എനിക്ക് തോന്നിയില്ല കണ്ടു കഴിഞ്ഞപ്പം. കാരണം ഗെയിമിൻ്റെ ഇടയിൽ എന്താണ് കോയിൻ ഒട്ടിക്കാനൊക്കെ ആയിട്ട് ചെന്നപ്പം പെട്ടെന്ന് ഗബ്രി ഇടയ്ക്കേറി നിൽക്കുന്നു. അപ്പം ജിൻഡോ അവിടെ നിന്ന് വിട്ടുകൊടുക്കാതെ ജിൻഡോ ബലം പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ ആദ്യം ഗബ്രി വീഴുന്നു, അതിൻ്റെ പൊക്കത്തേക്ക് ജിൻഡോ വീഴുന്നു. അപ്പോഴത്തേനും ഗബ്രിയാണ് പിന്നെ വീണ്ടും ജിൻഡോൻ്റെ മുടി കയറി പിടിക്കുന്നതും ജിൻഡോനെ മാന്തുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ്. പക്ഷെ മുടി കയറി പിടിച്ചതും മാന്തിയതൊന്നും വലിയ കുറച്ച് തെറ്റാണ്. അത് അവർ ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. അപ്പം ഗബ്രി അതിന് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. അതിന് ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള പരിപാടിയൊന്നും നടന്നില്ല. പിന്നെ ജിൻഡോൻ്റെ ശരീരമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ജിൻഡോ ഗബ്രീൻ്റെ പുറത്തേക്ക് വീണാൽ ഗബ്രിക്ക് ശ്വാസം മുട്ടായികയുമില്ല. വേണമെങ്കിൽ ശ്വാസം മുട്ടി കാണാൻ അറിയത്തില്ല. പിന്നെ ശരണ്യൻ്റെ മുടി പിടിച്ച കാര്യമാണെങ്കിൽ അത് ജിൻഡോ മനഃപൂർവ്വം ഒരിക്കലും കയറി പിടിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗെയിമിൻ്റെ ഇടയിൽ ശരണ്യൻ്റെ മുടിയിൽ അങ്ങനത്തെ ഒരു രീതി പിടിച്ചാണ്. അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം അതിനകത്ത് ഇപ്പോൾ മനഃപൂർവ്വം പിടിച്ചതാണോ മനഃപൂർവ്വം പിടിച്ചല്ലയോ. അല്ലെങ്കിലും ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ കുറച്ച് ദിവസമായി അതിനുള്ളിൽ നിൽക്കുന്നു. അവിടെ ഉള്ളതിൽ വെച്ച് കുറച്ചെങ്കിലും ഭേദപ്പെട്ടൊരു വ്യക്തിയാണ് ജിൻഡോ. അപ്പം ജിൻഡോ ഇത്രയും ക്യാമറകളും ഇത്രയും ആൾക്കാരും പ്രത്യേകിച്ച് ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ ഒരാൾ അവിടെ നിന്ന് പുറത്താവുകയും കൂടി ചെയ്ത് ഈ സീസണിൽ അങ്ങനെ ഒരു സ്ത്രീയുടെ മുടിയിൽ മനഃപൂർവ്വം കയറി പിടിച്ചു വലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. പിന്നെ അത് കാണുന്നുണ്ട്, പക്ഷെ അതാണ് പറഞ്ഞത്, കാണുന്നുണ്ട്, അത് മനഃപൂർവ്വം പിടിച്ച് വലിക്കുന്നതല്ല. അത് ഗെയിമിൻ്റെ ഭാഗമായി കൈ ഉരുങ്ങി പോകുന്നത് അങ്ങനത്തെ രീതിയിൽ ചെയ്യുന്ന പരിപാടിയാണത്. അതിനകത്തിപ്പം ഇത്രത്തോളം കുറ്റം പറഞ്ഞ് പുറത്താക്കാനായിട്ടാണെങ്കിൽ ആദ്യം അവിടെ നിന്ന് ഗബ്രീനെ വേണം പുറത്താക്കാൻ. അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഗബ്രി ഇത്രയും വലിയ തെറ്റ് ചെയ്തത് കൊണ്ട് ലാലേട്ടനും ബിഗ് ബോസും അതിനെക്കുറിച്ച് മിണ്ടുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. കാരണം ഗബ്രീനെ അവിടെ പിടിച്ചു നിർത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരാളെ പുറത്താക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമൊന്നും കാണുന്നില്ല. എന്തായാലും നോക്കാം.